എവിടെ എപ്പോൾ ജയിക്കണം എപ്പോൾ തോൽക്കണം എന്നതൊക്കെ നേരത്തെ തന്നെ BJP നോക്കി വെച്ചിട്ടുണ്ടെന്നും കേരളം എപ്പോഴാണ് പിടിക്കേണ്ടത് എന്ന് കൃത്യമായിട്ട് അവർക്കറിയാമെന്നും എവിടെ തോറ്റുകൊടുക്കണം എവിടെ ഉയർത്തെഴുന്നേൽക്കണം എല്ലാം BJP നേരത്തെ തന്നെ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുണ്ടെന്നും അതിനു വേണ്ടുന്ന ഹോംവർക്കുകൾ ചെയ്തിട്ടുണ്ടെന്നുമാണ് നമ്മുടെ മാരാർ പറയുന്നത്. പുലി പതുങ്ങുന്നത് ഒതുങ്ങാനല്ല കുതിക്കാനാണ് എന്നും അദ്ദേഹം പറഞ്ഞു വയ്ക്കുന്നുണ്ട്. ഞാൻ BJP നേരത്തെ മനസ്സിലാക്കിയിട്ടുള്ള സത്യം എന്താണെന്നറിയോ? BJPക്ക് ഭയങ്കര വിഷണറി ആയിട്ടുള്ള രാജ്യത്തെ രാഷ്ട്രീയ പാർട്ടിയാണ് BJP. അവർക്ക് എപ്പോ കേരളം പിടിക്കണം എന്നതിനെ കുറിച്ച് വളരെ വ്യക്തമായ ഒരു പ്ലാൻ ഉണ്ട് അവർക്ക്. ആ പ്ലാൻ അവര് നടപ്പിലാക്കാൻ വേണ്ടിയിട്ടുള്ള കളികളാണ് ഇപ്പൊ കളിച്ചുകൊണ്ടിരിക്കുന്നത്. തോറ്റുകൊടുത്ത് ജയിക്കാൻ പറ്റുന്ന ചില സ്ഥലത്ത് ഇപ്പൊ പുലി പതുങ്ങുന്നത് കുതിക്കാനാണെന്ന് പറയുന്നത് പോലെ നമ്മൾ സ്വയം തോറ്റുകൊണ്ട് ഭാവിയിൽ നമുക്ക് ജയിക്കാൻ പറ്റും. ചിലർ വിചാരിക്കും ജയിച്ചു, പക്ഷെ അത് താൽക്കാലിക ജയമായിരിക്കും. ഇപ്പോഴത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ വീണ്ടും ഒരു 5 വർഷം കൂടെ കേരളത്തിൽ ഭരിച്ചാൽ സ്വാഭാവികമായും ഈ പാർട്ടിയിൽ പ്രശ്നങ്ങൾ സംഭവിക്കും. ഇപ്പൊ തന്നെ പ്രശ്നങ്ങൾ സംഭവിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതിന് ഈ ആക്കം അവിടെ കൂട്ടിക്കൊടുക്കണം. അധികാരമില്ലെങ്കിൽ പൊതുവെ പ്രവർത്തിക്കാൻ താല്പര്യമില്ലാത്ത രാഷ്ട്രീയ പാർട്ടിയാണ് കോൺഗ്രസ്. അധികാരം നഷ്ടപ്പെട്ട് പഞ്ചായത്തും ഇല്ല, ജില്ലാ പഞ്ചായത്തും ഇല്ല, MLA ഇല്ല, ആരുമില്ല, നോക്കാനും കാണാനും ആരുമില്ല എന്ന് വരുന്നതോടുകൂടി അടുത്ത 5 വർഷം കൊണ്ട് കോൺഗ്രസ് അധികാരത്തിലില്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കോൺഗ്രസിൽ ക്ഷീണം സംഭവിക്കുകയും അധികാരം നൽകി ആ പാർട്ടിയെ നശിപ്പിക്കുകയും അധികാരത്തിൽ നിന്ന് മാറ്റി നിർത്തി കോൺഗ്രസിനെ നശിപ്പിക്കുകയും അതിനുശേഷം കൃത്യമായിട്ടുള്ള വിഷൻ വെച്ചിട്ടാണ് അഖിൽ മാരാർ സംസാരിക്കുന്നത്.